നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചില ആൾക്കാരൊക്കെ ചുങ്കരാജാവെന്നും കിറുക്കനെന്നുമൊക്കെ വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ട്രംപ് ഓരോരോ വിക്രിയകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നു, എന്നിട്ട് പിന്നീട് അതിൻ്റെ റേറ്റുകൾ മാറ്റുന്നു, പിന്നെ അത് കുറേ നാളത്തേക്ക് മരവിപ്പിക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ലക്കും ലഗാനുമില്ലാതെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ നാട്ടിലെ ധാരാളം നിരീക്ഷകർ പറയുന്നത്. അവർക്കൊന്നും യഥാർത്ഥത്തിൽ ട്രംപിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നതാണ്. മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് കൈപിടിച്ച് കയറ്റുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല രാജ്യങ്ങൾക്കും പകരച്ചുങ്കം എന്ന പേരിൽ ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തിയത്. ഇങ്ങനെ ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുക? പല ആൾക്കാരും പറയുന്നത് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഉപഭൂത്താൻ പോവുകയാണ്, അമേരിക്ക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തകർന്നടിയും. പക്ഷേ ട്രംപ് ലക്ഷ്യമിടുന്ന അമേരിക്ക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോയെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരുകയുള്ളൂ. അതായത് ട്രംപിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അത്ര ഈസിയായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ട്രംപ് ആഗ്രഹിക്കുന്നത് അമേരിക്ക പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തതയിലേക്ക് മടങ്ങിപ്പോകണം എന്നതാണ്. നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ വന്ന ശേഷം അമേരിക്കയിൽ നിന്നുമൊക്കെ നിരവധി കമ്പനികൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചൈന പോലെയുള്ള രാജ്യങ്ങളിലും അതേപോലെ തന്നെ ചിലവ് കുറച്ച് ഉത്പാദനം നടത്താൻ പറ്റുന്ന മറ്റു പല രാജ്യങ്ങളിലേക്കുമൊക്കെ മാറാൻ തുടങ്ങി. ചൈനക്കാർ എങ്ങനെയാണ് ഉത്പന്നങ്ങൾ വില കുറച്ച് മാർക്കറ്റിലെത്തിക്കുന്നത്? നമുക്കറിയാം, നമ്മളിന്നൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷവും ചൈനയിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ചൈനയിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുന്നത്? ചൈനയിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അതായത് എങ്ങനെയും വില കുറച്ച് സാധനം ഉണ്ടാക്കിയെടുക്കണം. സാധനത്തിൻ്റെ ഗുണമോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഉന്നമനമോ ഒന്നും അവർ നോക്കുന്നില്ല. അവർക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ എത്തിച്ച് കൂടുതൽ കച്ചവടം നേടണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാൽ അമേരിക്കയുടെ രീതി അതല്ല. അമേരിക്ക ഒരു ഉത്പന്നം ഉണ്ടാക്കുമ്പോൾ അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. രണ്ടാമത്, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വേതനമാണ് കൊടുക്കുന്നത്. അവർക്കും സുഖകരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ജീവിതം കിട്ടത്തക്ക പോലെയുള്ള സാലറി കൊടുത്തിട്ടാണ് അവർ എംപ്ലോയീസിനെ വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണ ചെലവ് കൂടും. എന്നാൽ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ അടിമകളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടിരുത്തി പണി ചെയ്യിപ്പിച്ച് അവർക്ക് തുച്ഛമായ വേതനം കൊടുത്ത് അവരെങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ചിലവ് കുറച്ച് സാധനം ഉണ്ടാക്കിയെടുക്കണം, അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് ഈ രീതിയിലാണ് ചൈന മാർക്കറ്റ് പിടിച്ചടക്കിയത്. അപ്പോൾ അമേരിക്കയിൽ നിന്നും നിരവധി സ്ഥാപനങ്ങൾ പുറത്തേക്ക് ഫാക്ടറികളുമായിട്ട് പോയപ്പോൾ അമേരിക്കയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതായി, ഫാക്ടറികൾ ഇല്ലാതായി, ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ കാലിയായിട്ട് മാറി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാജ്യത്തിനും തൊഴിലവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, ഏതൊരു രാജ്യത്തിനും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ മൊത്തം കടമെന്ന് പറയുന്നത് ഏതാണ്ട് $36 ട്രില്യൺ ആണെന്നാണ് പറയുന്നത്. $36 ട്രില്യൺ. ഒരു 10-25 വർഷം മുമ്പ് $1 ട്രില്യൺ പോലും കടമില്ലാതിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക. അവിടെ നിന്നും അവർ കൂടുതലായിട്ട് ഇറക്കുമതികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പൊതുകടവും അതുപോലെ തന്നെ ട്രേഡ് ഡെഫിസിറ്റും ഒക്കെ കൂടാൻ തുടങ്ങി. ഇപ്പോൾ അമേരിക്കയുടെ സ്ഥിതി എന്ന് പറയുന്നത്, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അമേരിക്ക എന്ന് പറയാമെങ്കിലും അമേരിക്കയുടെ എക്കണോമി വലിയ തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ട്രംപ് കണ്ടെത്തിയ ഒരു മാർഗമാണ് അമേരിക്കയിൽ കൂടുതലായിട്ടുള്ള നിർമ്മാണ യൂണിറ്റുകൾ വരണം. അതായത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി അമേരിക്കയിൽ ശക്തമായിട്ട് മാറണം. നമ്മളിപ്പോൾ അമേരിക്കയിൽ ജീവിക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങും. നമ്മൾ ഒരു മൊബൈൽ ഫോൺ തന്നെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ചൈനയിൽ നിന്നും എത്തുന്ന മൊബൈൽ ഫോണിന് 80 രൂപയും അല്ലെങ്കിൽ $80 അമേരിക്കയിൽ സമാനമായ രീതിയിൽ ഉണ്ടാക്കുന്ന അതേ ഫോണിന് അവിടെ $100-120 ആണ് വിലയെങ്കിൽ ജനം തീർച്ചയായിട്ടും പോയിട്ട് 80-ൻ്റേത് മാത്രമേ വാങ്ങൂ, 120-ൻ്റേത് അവർ വാങ്ങില്ല.
അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അമേരിക്കയിലെ നിർമ്മാണ ചെലവ് കൂടുതലായതുകൊണ്ടും ഞാൻ പറഞ്ഞ പോലെ അവർ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ലേബർ കോസ്റ്റിലോ ഒന്നും കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ടും ചൈനയിൽ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ടുമാണ്. ചൈന എന്ന് പറയുമ്പോൾ ചൈനയോ മറ്റേതെങ്കിലും ഒരു രാജ്യമോ. അപ്പോൾ അവിടെ നിന്നും വരുന്ന സാധനത്തിന് ഇന്ന കാരണം കൊണ്ടാണ് അവിടെ വിലക്കുറവുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് ആ സാധനം അമേരിക്കയിലേക്ക് വരുമ്പോൾ അതേ സാധനം അമേരിക്കയിൽ ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിന് എത്ര വിലയാകുമോ അതനുസരിച്ചുള്ള ടാക്സ് ഈടാക്കി അതിന് തുല്യമോ അല്ലെങ്കിൽ അതിന് മുകളിലോ അതിൻ്റെ വില കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ കമ്പനിക്ക് അമേരിക്കയിലേക്ക് ഈ സാധനം പിന്നീട് വിൽക്കാൻ പറ്റാതാവും. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, വലിയ വലിയ കമ്പനികൾ ഒരിക്കലും അവരുടെ കച്ചവടം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. അവരെന്ത് ചെയ്യും? അവരവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അമേരിക്കയിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകും. ഇതിപ്പോൾ 24 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് അവർക്ക് ബിസിനസ് നഷ്ടം നേരിടുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാം എന്നവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയും അതിന് ഒരേ ഒരു വഴി അമേരിക്കയിലേക്ക് തങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് മാറ്റുക മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവരത് തീർച്ചയായിട്ടും ചെയ്യും. അതായത് അമേരിക്കയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള പല കമ്പനികളും അവരുടെ കൂടും കുടുക്കുകയും അവിടെ നിന്നും എടുത്ത് തിരിച്ച് അമേരിക്കയിലെത്തി അവിടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അമേരിക്കയിൽ അവർ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് ഇറക്കുമതിയിലുള്ള ആശ്രയം കുറയുന്നു. അതുകൂടാതെ അമേരിക്കയിലെ ആൾക്കാർക്ക് അവിടെ നല്ല വെൽ പെയ്ഡ് ജോലികൾ ധാരാളമായിട്ട് കിട്ടുന്നു. അതുകൂടാതെ അമേരിക്കയ്ക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകും. ഒരു രാജ്യം മാനുഫാക്ചറിങ്ങിനെ കൂടുതലായിട്ട് ആശ്രയിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ആ രാജ്യക്കാർക്ക് ഇവരെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാർഷിക കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ്. നമുക്ക് ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല. നേരെ മറിച്ച് നമുക്ക് ആഹാരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ ചെന്ന് യാചിക്കേണ്ടി വരും. ഞങ്ങൾക്ക് അരി വേണം, ഗോതമ്പ് വേണം. അപ്പോൾ അവർ തരുന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. എന്നാൽ അമേരിക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് അമേരിക്കയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച ചിലർ, അവരെ സംബന്ധിച്ച് അവരുടെ പേഴ്സണൽ വെൽത്ത് മാത്രമാണ് ലക്ഷ്യം. അതായത് അവിടുത്തെ വലിയ സമ്പന്നർക്ക് അവരുടെ സ്വത്ത് വർദ്ധിപ്പിക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ അമേരിക്കയുടെ എക്കണോമി അവർക്കൊരു വിഷയമല്ല. അവർക്ക് ചൈനയിൽ പോയിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ലാഭം കിട്ടുമെങ്കിൽ അവരവിടെ പോയി തുടങ്ങും. അവരെ സംബന്ധിച്ച് പണം കൂടുതൽ ഉണ്ടാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ട്രംപ് ലക്ഷ്യമിടുന്നത് അമേരിക്കൻ എക്കണോമി സ്ട്രോങ് ആയിട്ട് മാറണം. അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഏത് കാലത്തും നല്ല സാലറിയുള്ള ജോലി കിട്ടണം. അമേരിക്കൻ എക്കണോമി സ്ട്രോങ് ആയിട്ട് മാറി അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയണം, അവരുടെ കടം കുറയണം. അങ്ങനെ അമേരിക്ക മറ്റേതൊരു രാജ്യത്തിനും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് വീണ്ടും പോകണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അമേരിക്കൻ ബോണ്ട് മാർക്കറ്റൊക്കെ തകർന്നു. അതുകൊണ്ട് അദ്ദേഹം 90 ദിവസത്തേക്ക് ഈ പകരച്ചുങ്കം മരവിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും 90 ദിവസം കഴിയുമ്പോൾ ട്രംപ് അത് റീഇമ്പോസ് ചെയ്യും. അദ്ദേഹം അത് മാറ്റാനൊന്നും പോകുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം നമുക്കൊരു രോഗം വന്ന് നമ്മളൊരു ആശുപത്രിയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വൈദ്യനെ കാണാൻ പോകുന്നു. ആ വൈദ്യൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ചികിത്സയുണ്ട്, പക്ഷേ നിങ്ങൾ 100 ദിവസം മരുന്ന് കഴിക്കണം. ഈ 100 ദിവസം ഞാൻ പറയുന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നും കഴിക്കരുത്. നമ്മളാണെന്നുണ്ടെങ്കിൽ 3 നേരം ചിക്കനും മട്ടനും അതും ഇതൊക്കെ കഴിച്ച് ആഘോഷം ജീവിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ 100 ദിവസം ഞാൻ ഇത് കഴിക്കണോ, 100 ദിവസം ഞാൻ ഈ മരുന്ന് കഴിക്കണോ, അത് വലിയ പ്രയാസമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ 100 ദിവസം നമ്മൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് സ്വപ്നതുല്യമായ ഒന്നായിരിക്കും. നമ്മുടെ രോഗാവസ്ഥയെല്ലാം മാറി നമ്മൾ പൂർവാധികം കരുത്തോടു കൂടി നല്ല ഊർജ്ജസ്വലനായിട്ട് മാറും. ഇതേപോലെ തന്നെയാണ് അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത്. താൽക്കാലികമായിട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് അവർ ലക്ഷ്യമിടുന്ന ആ നല്ല നാളുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയെ വീണ്ടും മഹത്തായ വലിയൊരു രാജ്യമാക്കി, കരുത്തുറ്റ ഒരു രാജ്യമാക്കി മാറ്റുക എന്നതാണ്. ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്നത് വളരെയധികം ദുർബലമായ ഒരു രാജ്യമാണ്. പേര് മാത്രമേ ഉള്ളൂ. പണ്ടുണ്ടായിരുന്ന പ്രതാപമൊന്നും അമേരിക്കയ്ക്കില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് ഒരു ഭരണാധികാരി പോലും എടുക്കാൻ ധൈര്യം കാണിക്കാത്ത ഈ തീരുമാനങ്ങളെടുത്തത്. അപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ദൂരവ്യാപകമായിട്ട് നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്ന ലക്ഷ്യമാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യവും മറ്റു രാജ്യങ്ങളും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും സ്വയം പര്യാപ്തത നേടാൻ സാധിക്കും. അതായത് ഒരു പ്രീ ഗ്ലോബലൈസേഷൻ ഇറയിലേക്ക് പോവുകയും
നമ്മൾ നമ്മുടെ എബിലിറ്റി വികസിപ്പിച്ച് നമ്മൾ തന്നെ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിച്ച് നമ്മൾ തന്നെ നമ്മുടെ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തി അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തരായിട്ട് മാറുന്ന ഒരു സാഹചര്യം. അമേരിക്ക അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നും ഒരുപാട് താഴേക്ക് പോയത് ഗ്ലോബലൈസേഷൻ വന്ന ശേഷമാണ്. എന്നാൽ വീണ്ടും ആ പഴയ നിലയിലേക്ക് പോകാനായിട്ടാണ് ട്രംപ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രമം അമേരിക്കക്കാർക്ക് ശരിയായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫലം കാണുകയും ചെയ്യും, ഒരു സംശയവുമില്ല. നമ്മൾ കരുതുന്ന പോലെ ട്രംപ് ഒരു കിറുക്കനൊന്നുമല്ല, അതിബുദ്ധിശാലിയായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. താങ്ക് യു.